നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 മനുഷ്യനാകാൻ ദാനം എത്രത്തോളം ആവശ്യമാണെന്ന് സൃഷ്ടികർത്താവ് തന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ദേവമാനുഷ ദാനവന്മാർക്ക് പ്രജാപതി ദ എന്ന ഒറ്റ അക്ഷരം കൊണ്ട് ഉപദേശം നൽകിയ കഥ ബൃഹദാരണ്യകോപനിഷത്തിൽ കാണാം. ദ എന്ന അക്ഷരം കൊണ്ട് മനുഷ്യന് നൽകിയ ഉപദേശം ദത്ത അഥവാ ദാനം ചെയ്യൂ എന്നാണ്. ആർക്കും കൊടുക്കാതെ അവനവന് വേണ്ടി മാത്രം സമ്പാദിച്ചു കൂട്ടുന്ന സ്വഭാവം ഒരാളെ മനുഷ്യത്വഹീനനാക്കുന്നു. തൻ്റെ കൈവശമുള്ളതിൽ ഒരു പങ്ക് അന്യർക്ക് കൂടി കൊടുക്കുമ്പോഴേ അവൻ മനുഷ്യത്വമുള്ളവനാകൂ. മനുഷ്യനെ മനുഷ്യനാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ശീലവും ഗുണവും. ശീലമെന്നാൽ സൽസ്വഭാവം, ചാരിത്ര്യം എന്നിവയാണ്. സ്വഭാവശുദ്ധിയില്ലാത്ത മനുഷ്യരെ മനുഷ്യരായി കണക്കാക്കാൻ പറ്റില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ശീലം പ്രധാനം പുരുഷേ തത് യസ്യേഹ പ്രണശ്യതി ന തസ്യ ജീവിതേനാർത്ഥോ ന ധനേന ന ബന്ധുഭി എന്നാണ് മഹാഭാരതം ഉദ്യോഗപർവത്തിൽ വിവരിക്കുന്നത്. മനുഷ്യന് പ്രധാനപ്പെട്ടത് സ്വഭാവശുദ്ധിയാണ്. അത് നഷ്ടപ്പെട്ടയാളുടെ ജീവിതം വ്യർത്ഥമാണ്. ധനവും ബലവും ഒക്കെ വെറുതെയാണ് എന്നാണ് മഹാഭാരതത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വഭാവശുദ്ധി പോലെ തന്നെ വ്യക്തിഗുണങ്ങളും പ്രാധാന്യം അർഹിക്കുന്നു. സത്യം, അസൂയാരാഹിത്യം, ക്ഷമ, ശാന്തി, സന്തുഷ്ടി, ദയ, ഔദാര്യം, ധൈര്യം, സൗഹൃദം, പ്രയത്നശീലം, കൃതജ്ഞത, കാരുണ്യം ഇങ്ങനെയുള്ള ഗുണങ്ങൾ മനുഷ്യനിൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. ഗേയം ഗീതാനാമ സഹസ്രം ധ്യേയം ശ്രീപതിരൂപം അജശ്രം. ഗേയം ഗീതാനാമ സഹസ്രം ധ്യേയം ശ്രീപതിരൂപമജശ്രം. നേയം സജ്ജനസംഗേ ചിത്തം നേയം സജ്ജനസംഗേ ചിത്തം ദേയം ദീനജനായ ച വിത്തം ദേയം ദീനജനായ ച വിത്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളുടെ വ്യാഖ്യാനമായ ശങ്കരസ്തോത്രാമൃതം കേൾക്കാം. സ്വാധ്യായം, സ്തോത്രപാരായണം, സത്സംഗം, ദാനം തുടങ്ങിയവ അനുഷ്ഠിക്കുന്നതിലൂടെ അന്ധകരണം ശുദ്ധമാകുന്നു.
എന്നാൽ വിവിധ സംഘങ്ങളിൽപ്പെട്ട് ഞാൻ, എൻ്റെ എന്നുള്ള ചിന്തകളിൽ കഴിയുന്ന കാലത്തോളം ഇതൊന്നും ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാനാകുന്നില്ല. അതിനായി മഹാത്മാക്കളെ സമീപിച്ച് ഉപാസിച്ച് സത്വിഷയങ്ങൾ കേൾക്കാൻ ശ്രമിക്കണമെന്ന ഭജഗോവിന്ദത്തിലെ 14-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. മോഹമുദ്ഗരം 2-ാം ഭാഗത്തിൽ 14-ാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ജീവിതത്തിൽ ചില കർത്തവ്യങ്ങളെ ഉപദേശിക്കുകയാണ്. ഗേയം ഗീതാ നാമസഹസ്രം, ഗീതയും സഹസ്രനാമവും ഗാനം ചെയ്യപ്പെടേണ്ടതാകുന്നു. ഭക്തിയോടെ ശ്രദ്ധയോടെ ഭഗവത്ഗീതയെയും സഹസ്രനാമങ്ങളെയും നീ പാരായണം ചെയ്യൂ. ധ്യേയം ശ്രീപതിരൂപമജസ്രം, ശ്രീപതിയുടെ ശ്രീ മഹാലക്ഷ്മി, മഹാലക്ഷ്മിയുടെ പതി മഹാവിഷ്ണു, മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ അജസ്രം എപ്പോഴും ധ്യേയം ധ്യാനിക്കപ്പെടേണ്ടതാകുന്നു. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ എന്ന് പറയുമ്പോൾ ശിവൻ, വിഷ്ണു ഇത്യാദി വ്യത്യാസങ്ങളൊന്നും കൽപ്പിക്കേണ്ടതില്ല. എല്ലാ ദേവതാഭാവങ്ങളും തന്നെ ഏകനും അദ്വിതീയനുമായ ഈശ്വരൻ്റെ ഭാവങ്ങളാണ്. വിഷ്ണു പറഞ്ഞാലും ശിവൻ എന്ന് പറഞ്ഞാലും ദേവി പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ. ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണ്. ആ ഏകനും അദ്വിതീയനുമായ ഈശ്വരൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ദേവതാഭേദങ്ങളൊക്കെ. അതുകൊണ്ട് അവനവൻ്റെ മനസ്സിന് ഇഷ്ടമായിരിക്കുന്ന ഏതെങ്കിലും ദേവതാഭാവത്തെ സർവേശ്വരനെന്ന് കണ്ടുകൊണ്ട് ധ്യാനിച്ചാലും. ഇവിടെ ശ്രീപതി രൂപം എന്ന് പറഞ്ഞു, ശ്രീപതിയുടെ രൂപത്തെ. ശ്രീലക്ഷ്മിയാണ്, ഇനി ശ്രീ മായയാണെന്ന് പറയാം. മായാപതി പരമാത്മ പരമേശ്വരൻ. മായാം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം എന്ന ശ്രുതി അനുസരിച്ച് മഹേശ്വരനെ ധ്യാനിച്ചാലും നാരായണനെ ധ്യാനിച്ചാലും. പിന്നെ നേയം സജ്ജനസംഘേ ചിത്തം, സജ്ജനസംഘത്തിൽ ചിത്തത്തെ നയിക്കേണ്ടതാകുന്നു. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സജ്ജനസംഘത്തിൽ ചിത്തത്തെ നയിക്കേണ്ടതാകുന്നു എന്നാണ് പറയുന്നത്, ഗാത്രത്തെ നയിക്കേണ്ടതാകുന്നു എന്നല്ല. അതായത് സജ്ജനങ്ങളുമായുള്ള കൂട്ടുകെട്ട്, സത്പുരുഷന്മാരുമായുള്ള കൂട്ടുകെട്ട്, ഈശ്വര സാക്ഷാത്കാര സമ്പന്നരോ പരാഭക്തരോ പരമജ്ഞാനികളോ ഒക്കെ ആയിട്ടുള്ള മഹാപുരുഷന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ട്, സത്സംഗം. സത്സംഗമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത്. ശരിയായ അർത്ഥത്തിലും ഭാവത്തിലും അറിവ് നേടാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ സമൂലം മാറ്റിമറിച്ച് ധന്യതയിലേക്ക് നമ്മളെ നയിക്കുന്നത് സത്സംഗമാണ്. സത്സംഗത്തിൻ്റെ വില ആർക്കും പറയാൻ വയ്യ. അപ്പോൾ സത്സംഗത്തിലേക്ക്, സജ്ജനസംഘത്തിലേക്ക് നിൻ്റെ ശരീരത്തെ നയിച്ചാലും നല്ല പറയുന്നത്, ചിത്തം നയിക്കപ്പെടേണ്ടതാകുന്നു. അതായത് വെറുതെ ശരീരം സജ്ജനങ്ങളുടെ അരികെ പോയി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ബുദ്ധി, നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും അവരിലായിരിക്കണം. സജ്ജനങ്ങൾ ഉപദേശിക്കുന്നത് എന്താണോ, അവർ ജീവിതത്തിൽ കാണിച്ചു തരുന്നത് എന്താണോ, അത് കേൾക്കാനും കാണാനും പഠിക്കാനും തനിക്കാവും വിധം ഉൾക്കൊള്ളാനും തൻ്റെതായ ജീവിതത്തിലേക്ക് അനുവർത്തനം ചെയ്യാനും നമുക്ക് സാധിക്കണം. എങ്കിൽ ജീവിതം ധന്യമാകും. പൂർണ്ണ മനസ്സതിലുണ്ടാവണമെന്ന് കാണിക്കുന്നു ചിത്തം സജ്ജനസംഘേ നേയം എന്ന് പറഞ്ഞതിലൂടെ. ദേയം ദാനം ചെയ്യേണ്ടതാകുന്നു. എന്ത്? വിത്തം, ധനത്തെ. ആർക്ക്? ദീനജനായ, ദീനജനങ്ങൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്കായിട്ട് ധനം ദാനം ചെയ്യേണ്ടതാകുന്നു. ഏത് തരം കഷ്ടപ്പാടാണോ അതിനെ തീർക്കാനുള്ള ധനം ദാനം ചെയ്യേണ്ടതാകുന്നു. ഇനി ധനം എന്ന് പറയുമ്പോൾ കേവലം അത് കറൻസി എന്നോ അല്ലെങ്കിൽ പൈസ എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്നതോ ആണെന്ന് എടുക്കരുത്. ഓരോ അവസ്ഥയിലും നമുക്ക് ധനമായിരിക്കുന്നത് പലതായിരിക്കും. എന്താണോ നമ്മുടെ സമ്പത്ത്, ഈ സമ്പത്ത് നമുക്ക് ലഭിച്ചതാണ്. അത് അറിവായാലും കൊള്ളാം, ഇനി ധനമായാലും കൊള്ളാം, എന്തു തന്നെ ആയാലും
ഏതൊരുവിധ സമ്പത്ത് നമുക്കുണ്ടെന്ന് പറഞ്ഞാലും അത് നമുക്ക് ലഭിച്ചതാണ്. ലഭിച്ചതൊക്കെ പങ്കുവെക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഈ പങ്കുവെക്കലിലൂടെയാണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചം പോലും നിലനിൽക്കുന്നത്. അതിസൂക്ഷ്മ കണികകൾ രൂപപ്പെടുന്നത് പോലും പങ്കുവെക്കലിലൂടെയാണ്. ഒരു തന്മാത്ര രൂപപ്പെടുന്നത് പങ്കുവെക്കലിലൂടെയാണ്. ചിന്തിക്കുക, ഒരാറ്റം പോലും നിലനിൽക്കുന്നത് പങ്കുവെക്കലിലൂടെയാണ്. അവിടുന്ന് ഇങ്ങോട്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ച സന്ധാരണം മുഴുവൻ നടക്കുന്നത് പങ്കുവെക്കലിലൂടെയാണ്. നദി ഒഴുകുന്നത്, വായു വീശുന്നത്, ഉയർന്നിടത്ത് നിന്ന് താഴ്ന്നിടത്തേക്ക് വെള്ളം ഒഴുകുന്നു, മർദ്ദം കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് വായു പ്രവഹിക്കുന്നു. മുഴുവൻ ദീനജനങ്ങളുമായുള്ള പങ്കുവെക്കലാണ്. ഈ പങ്കുവെക്കലിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഇത് കണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം നമ്മുടെ സമ്പത്ത് എന്താണോ അത് ദീനജനങ്ങളുമായി പങ്കുവെക്കാൻ നമുക്ക് സാധിക്കണം. ദേയം, ഈ ദാനം എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ആളെന്തോ ഒരു കേമൻ, വാങ്ങുന്ന ആൾ മോശക്കാരൻ, അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ ദാനത്തെപ്പറ്റി പറയുന്ന മറ്റൊരു സന്ദർഭത്തിൽ യഥാശക്തി സംവിഭാഗം എന്ന് ദാനത്തെ പറയും. ശക്തിക്കനുസരിച്ച് നല്ലപോലെ പങ്കുവെക്കുന്നതാണ് ദാനം. പങ്കുവെക്കലാണ്, അല്ലാണ്ട് കൊടുക്കലല്ല. പങ്കുവെക്കൽ എത്ര വലിയൊരു മനോഭാവം അത് വളർത്തുന്നത് നോക്കൂ. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളെ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെ സൂചിപ്പിച്ചു. വാക്കുകൊണ്ട് സഹസ്രനാമവും ഭഗവത്ഗീതയുമൊക്കെ പാരായണം ചെയ്യുക, ദിവസവും ഭഗവത് ധ്യാനത്തിൽ മുഴുകുക, സജ്ജനങ്ങളുമായുള്ള സംസർഗം ചെയ്യുക, തൻ്റെ സമ്പദ ഐശ്വര്യങ്ങൾ അർഹിക്കുന്നവരുമായി പങ്കുവയ്ക്കുക. ഇത്തരമൊരു ജീവിത ക്രമീകരണം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു സന്ദേഹവും ഇല്ല, ധന്യമാകും നമ്മുടെ ജീവിതം. വിശേഷിച്ചും ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഗീതാ സഹസ്രനാമം തുടങ്ങിയവ പാരായണം ചെയ്യുമ്പോൾ വ്യക്തമായ അർത്ഥബോധം നമുക്ക് ലഭിക്കും. അവിടെ നിന്ന് ശ്രീപതി രൂപം ധ്യാനിക്കുമ്പോൾ അന്ധകരണത്തിൻ്റെ ശുദ്ധിയും ഏകാഗ്രതയും വളരും. പക്ഷെ ഇവിടെ ഒരു വിഷയം, ഗീതാ സഹസ്രനാമാദികൾ പഠിക്കുമ്പോൾ വ്യക്തമായ സൂക്ഷ്മാർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, രണ്ട്, ശ്രീപതി രൂപത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ വിഭ്രമങ്ങൾ ഉണ്ടായാലോ, ഒട്ടനവധി കൽപ്പനകൾ നമ്മുടെ മനസ്സ് തന്നെ മെനഞ്ഞെടുക്കാം. അങ്ങനെ പലപ്പോഴും ഭ്രമാവസ്ഥയിൽ നമ്മൾ തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നേയം സജ്ജന സംഘേ ചിത്തം. സജ്ജനസംഘം ചെയ്യുന്നുണ്ടെങ്കിൽ, സംസർഗം സജ്ജനങ്ങളുമായി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ മിഥ്യാധാരണകളെല്ലാം തിരുത്തി ശാസ്ത്രാർത്ഥവും ബോധിപ്പിക്കും, ധ്യാനം തുടങ്ങിയവയിൽ വരുന്ന അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കുകയും ചെയ്യും. അങ്ങനെ സ്വച്ഛമായൊരു ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ കൈവശമുള്ള വിഭവങ്ങളെ അർഹിക്കുന്നവരുമായി, ദുഃഖിതരുമായി, ദരിദ്രരുമായി, ദീനജനങ്ങളുമായി പങ്കുവയ്ക്കുക. അങ്ങനെ ജീവിതം ധന്യമാകുന്ന ഒരു ക്രമമാണ് ഇവിടെ ഉപദേശിച്ചിട്ടുള്ളത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. പ്രാർത്ഥനയും മാർഗശുദ്ധീകരണവും ചേരുമ്പോഴാണ് ഒരാളിൽ ശ്രേഷ്ഠത കൈവരുന്നത്. ആർക്കും എവിടെയിരുന്നും ഈ ശ്രേഷ്ഠത കൈവരിക്കാനാകും. ദുർവാസാവിൻ്റെയും അംബരീഷൻ്റെയും കഥയിലൂടെ ഇതിനെ കൂടുതൽ വ്യക്തമാക്കുകയാണ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. പറയാണ്, എന്നാമശ്രുതിമാത്രേണ പുമാൻ ഭവതി നിർമ്മല തസ്യ തീർത്ഥപദ കിംബ ദാസാനാമവശിഷ്യതേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. എന്നാമ ശ്രുതിമാത്രേണ, യാതൊരുവൻ്റെ നാമങ്ങളെ ശ്രവിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ യാതൊരുവൻ്റെ നാമങ്ങളെ സ്തുതിക്കുന്നത് കൊണ്ട് പുമാൻ പുരുഷൻ, നിർമ്മല പാപമില്ലാത്തവനായി. ഈശ്വരൻ്റെ നാമങ്ങൾ ജപിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തി പാപരഹിതനായി തീരുന്നു, പാപമില്ലാത്തവനായി ഭവതി ഭവിക്കുന്നു. തീർത്ഥപദഃ തസ്യ, ആ ഭഗവാന്റെ പാദത്തിൽ നിന്ന് നിർഗളിക്കുന്നതായിരിക്കുന്ന തീർത്ഥം.
പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ആ തീർത്ഥം അവൻ്റെ ദാസന്മാർക്ക് ഭക്തന്മാർക്ക് കിംബാവശിഷ്യത എന്താണ് സാധിക്കാൻ ബാക്കിയുള്ളത്? അപ്പോൾ ഇവിടെ പറയുകയാണ്, യാതൊരു ഭഗവാന്റെ നാമശ്രവണത്താൽ മാത്രത്തിൽ പുരുഷൻ രാഗാദി ദോഷങ്ങളിൽ നിന്ന് നിർമുക്തനായി പിന്നെയോ പരിശുദ്ധനായി ഭവിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സദ്ഫലം എന്താണെന്ന് ചോദിച്ചാൽ, പലരും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരുണ്ട്, ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ബീജാക്ഷരി മന്ത്രങ്ങൾ ജപിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അംഗന്യാസ കരന്യാസാദി താന്ത്രിക വിധി പ്രകാരം ശുദ്ധികർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നാമം ജപിക്കുന്നവരുണ്ടാകാം. ഇങ്ങനെ അവരിലൊക്കെ ഉണ്ടാകുന്ന സദ്ഫലം എന്താണ്? ആ നാമം ജപിച്ചാൽ ഉണ്ടാകുന്ന സദ്ഫലം എന്താണെന്ന് ചോദിച്ചാൽ, രാഗാദി ദോഷങ്ങൾ അകന്ന് മനസ്സ് നിർമ്മലമാകുന്നു. ഇതാണ് അതിൻ്റെ സദ്ഫലം. ലോട്ടറി അടിക്കുക എന്നുള്ളതല്ല. രാഗാദി ദോഷങ്ങൾ അകലും മനസ്സിൽ നിന്ന്. നാമം ജപിക്കുന്നതിലൂടെ നിരന്തരമായിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ആവർത്തിച്ച് മനുഷ്യൻ ജപിക്കുന്നു. അതെങ്ങനെയായിരിക്കണം? ശ്രദ്ധയോടുകൂടി വേണം ജപിക്കാൻ. മറ്റൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ശ്രദ്ധ കൊടുക്കാണ്ട് ജപിക്കരുത്. ഭഗവത് നാമം ചൊല്ലുന്നത് അത്രയും ശ്രദ്ധാപൂർവം ആയിരിക്കണം. ഇവിടെ പറയുകയാണ്, പുരുഷന് രാഗാദി യാതൊരു പുരുഷനാണോ അല്ലെങ്കിൽ യാതൊരു സ്ത്രീയാണോ ഭക്തിപൂർവം ഭഗവാനിലുള്ള ദൃഢവിശ്വാസത്തോടുകൂടി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രാക്ഷരിയെ ജപിക്കുന്നത് അവരുടെ മനസ്സിൽ നിന്ന് രാഗാദി ദോഷങ്ങളിൽ നിന്ന് നിർമുക്തരായിത്തീരുന്നു. രാഗദ്വേഷങ്ങളൊന്നും അവരുടെ മനസ്സിൽ ഉണ്ടാകില്ല. മനസ്സ് ശാന്തമാകുന്നു എന്നർത്ഥം. ആര് നാമം ജപിക്കുന്നോ അത് അലകളില്ലാത്ത സമുദ്രം പോലെ വളരെ ശാന്തമായിത്തീരുന്ന ഒന്നായിത്തീരുന്നു നമ്മുടെ മനസ്സ്. അങ്ങനെ പരിശുദ്ധനായി ഭവിക്കുന്നു. അങ്ങനെ പരിശുദ്ധയാകുന്ന സദ്ഫലം അവരിലുണ്ടാകുന്നു. ഇതാണ് നമ്മൾ ശ്രേഷ്ഠ പുരുഷന്മാരിൽ കാണുന്ന ഏറ്റവും വലിയ ഫലം. അതായത് ഈ ആത്മീയതയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാൾ, നമ്മളിപ്പോൾ ഞാൻ കാവ്യ ഉടുത്തതാണ്, കാവ്യ ഉടുത്ത പല വസ്ത്രക്കാരെയും നമ്മളെല്ലാം കാണുന്നുണ്ട്. സാധാരണഗതി പല ഹിന്ദുക്കൾക്കും അറിയില്ല എന്താണ് ഈ കാവ്യ വസ്ത്രം ഉടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്. അവരോ വേറെ പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് കാവ്യ വസ്ത്രം ഉടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ധാരാളം ഉള്ളത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് വയ്ക്കുക. ത്യാഗേനൈവ അമൃതത്വമാശു, ത്യാഗം വേണം. അതുകൊണ്ടേ അമരത്വത്തെ കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ത്യാഗം നല്ലോണം വേണം. എന്തൊക്കെ ത്യാഗങ്ങളാണ്? സ്വാർത്ഥബുദ്ധിയിലുള്ള ത്യാഗങ്ങളെല്ലാം ത്യാഗം വേണം. നമുക്കെല്ലാം സ്വാർത്ഥത തരുന്നതാണ് ബന്ധങ്ങൾ. വീട്ടുകാരുമായുള്ള ബന്ധം ആദ്യം ത്യജിക്കണം. ലോകേഷണ, പുത്രേഷണ, വിത്തേഷണ, 3 ഏഷണത്രയമാണ് സന്യാസം എന്ന് പറയുന്നത്. ലോകേഷണ, ലോകത്തിൽ നിന്ന് ആദരവ് കിട്ടുന്നു. ലോകരെല്ലാം നമ്മളെ കാണുന്ന മാത്രയിൽ എഴുന്നേറ്റ് നിന്ന് തൊഴുതു വണങ്ങി അതിലൊന്നും ഒരു വിലയും കൽപ്പിക്കരുത്. ലോകത്തിൻ്റെ ആദരവിനൊരു വിലയും കൽപ്പിക്കരുത് സന്യാസി. ലോകേഷണ, വിത്തേഷണ, ധനത്തിലുള്ള ആഗ്രഹവും ഉണ്ടാകരുത്. നമുക്ക് ഒന്നില്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും തരത്തിൽ ധനത്തിലുള്ള ആഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ധനാകർഷണ യന്ത്രങ്ങൾ പോലും ഉള്ളൊരു കാലഘട്ടം. അപ്പോൾ ധനത്തിലുള്ള ആഗ്രഹം ഉണ്ടാകരുത്. പിന്നെന്താണ്? പുത്രേഷണ, പുത്രനുണ്ടാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകരുത്. വൈവാഹിക ബന്ധമൊന്നും പാടില്ല. ഈ 3 തരത്തിലുള്ള ഏഷണകളെ ത്യജിച്ച പരിശുദ്ധ നിർമ്മല മനസ്കന്മാരാണ് ആര്? സന്യാസി വര്യന്മാർ. മനസ്സിലായല്ലോ? അവരുടെ പാത പിന്തുടരുക നമുക്കാർക്കും സാധിക്കാത്തതാണ്. അവർ സഞ്ചരിക്കുന്ന പാത പിന്തുടരണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അവർ ചൊല്ലുന്ന നാമജങ്ങൾ ചൊല്ലുമ്പോഴെന്തായിരിക്കും? രാഗദ്വേഷാദികളിൽ നിന്ന് നിർമുക്തന്മാരായി. നമുക്കും അതൊരു വഴികാട്ടിയായി അവർ മാറും. ഈ 3 കാര്യങ്ങളെ ത്യജിച്ചിട്ടുള്ളവർ, ഈ 3 കാര്യങ്ങളെ അതിജീവിച്ചിട്ടുള്ളവർ, ഈ 3 കാര്യങ്ങളും ഇല്ലാതെ ആരുടെ മനസ്സാണോ നിർമ്മലമായിട്ടുള്ളത് അവർ പരിശുദ്ധന്മാരായിട്ട് പറയുന്നെന്ന് മാത്രമല്ല, ഗംഗാദി തീർത്ഥങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അവിടുത്തെ പാതാരബിന്ദങ്ങൾ, ഗംഗാദി തീർത്ഥങ്ങൾ ഉത്ഭവിക്കുന്ന എവിടുന്ന? ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ നിന്നാണ്. അങ്ങനെയുള്ള പാതാരബിന്ദങ്ങളോടുകൂടിയ ആ ഭഗവാന്റെ ഭക്തന്മാർക്ക് സാധിക്കാത്തത് ഈ ലോകത്തെന്താ? ഒന്ന് ആലോചിച്ച് നോക്കി.
ഇത് ഭാഗവതമാണ് പറയുന്നത്. ആ ഭക്തന്മാർക്ക് സാധിക്കാത്തതായിട്ടൊന്നും ഈ ലോകത്തില്ല, എല്ലാവർക്കും സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് സാധിക്കുന്ന ഒന്നാണ് ഭഗവാന്റെ നാമജപം. അത് വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ ഭഗവാനിൽ അർപ്പിക്കുന്ന മനസ്സോടുകൂടി നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ ഈ ജന്മം സഫലമായി എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഭഗവത് ഐശ്വര്യങ്ങൾ അത്രയും നമ്മുടെ ഉള്ളിലും ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെന്നാണ് ഭാഗവതം ഇവിടെ പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. ഭഗവാന്റെ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വെളിച്ചമായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശംഖം ചക്രം കപാലം ത്രിശിഖസുമസലൗ തർജനീം ചാപബാണോ ബിഭ്രാണാം ബാഹുദണ്ഡൈ ശിശിരകരലസത്പിംഗ കോടീരഭാരം ദേവീം ഭിന്നാജ്ഞനാഭാം വികടമുഖസദ്ഘോരദംഷ്ട്രാം ത്രിനേത്രാം ദുർഗാം ഭോഗീന്ദ്രഭൂഷാം വിബുധമുനിനതാം ഘോരരൂപാം നമാമി. ദേവകീസുതനാം മുകുന്ദ ഏഴകൾക്കെന്നും തുണയേകണേ. ദേവകീസുതനാം മുകുന്ദ ഏഴകൾക്കെന്നും തുണയേകണേ. പാപങ്ങളെല്ലാം പോക്കണേ, തൃക്കൺ പാർക്കണേ ഭഗവാനേ. പാപങ്ങളെല്ലാം പോക്കണേ, തൃക്കൺ പാർക്കണേ ഭഗവാനേ. യാദവ ശ്രേഷ്ഠ